ആ ഡി ജി പിയെ നേരിൽ കണ്ട് നമ്മൾ കുടുംബത്തിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതിനകം തന്നെ ഈ വിഷയം പോലീസിൻ്റെ ശ്രദ്ധയിൽ വന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുടുംബത്തിൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ കുട്ടി രക്ഷകർത്താക്കളോടും സഹോദരിമാരോടും പറഞ്ഞ വിവരങ്ങൾ അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാതി തയ്യാറാക്കി ഞങ്ങൾ ഇന്നിപ്പോൾ ഡി ജി പിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ നിതിൻ രാജിൻ്റെ മൂത്ത സഹോദരിയുടെ ഹസ്ബൻഡും ബന്ധുവും പൊതുപ്രവർത്തകനുമായിട്ടുള്ള വിശ്വംഭരനുമായിട്ട് കണ്ടു. പിതാവിന് യാത്ര ചെയ്യാൻ ഉള്ള വിഷമമുണ്ട്. മാതാവ് ഇന്നലെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുടുംബത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു പരാതിയാണ് നമ്മളവിടെ സമർപ്പിച്ചിട്ടുള്ളത്. സാറ് നമുക്ക് എല്ലാവരുടെ ഉറപ്പുകളും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ഈ പറയുന്ന അന്വേഷണ സംഘം ആരാണോ അവരിൽ നിന്നും നല്ല രീതിയിലൊരു നിയമപരമായിട്ടുള്ള മുന്നോട്ടുള്ള രീതികളുണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഒരു 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 സൊല്യൂഷൻ കണ്ടെത്തുന്നത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന വാക്ക്. നേരത്തെ MLA പറഞ്ഞിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പരാതി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് നേരത്തെ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിതിനുമായി നേരത്തെ സഹോദരിമാർ സംസാരിച്ച അടക്കമുള്ള കാര്യങ്ങൾ ഈ വിശദമായ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കയ്യിലുള്ള ചാറ്റുകൾ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ രേഖകളായിട്ടൊന്നും കൈമാറിയിട്ടില്ല. ഞങ്ങളുടെ മൊഴികളാണ് എന്താണോ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതോടൊപ്പം പിന്നെ ഞാൻ ഇൻക്വസ്റ്റ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കണ്ട കുട്ടിയുടെ ശരീരത്തിൽ കണ്ട കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് പാടുകളൊക്കെ ഞാൻ ശരീരത്തിൽ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ ഞാൻ പറഞ്ഞിരുന്നു സാറിനോട്. അപ്പോൾ സാർ അതെല്ലാം കൂടി എന്തായാലും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അവർ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉയരുന്നത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അന്വേഷണം എന്ന് പറയുന്നത്. അത് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് എന്നാണ് കുടുംബത്തിന് തോന്നുന്നത്, അല്ലേ? അതിനെക്കുറിച്ച് ഞാൻ സാറിനോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തായാലും അവർ ചെക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. സാറ് പറയുന്നത് അതൊരു എന്താ പറയുക, അത് എന്താണ് കാരണമെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഞങ്ങളുടെ സംശയങ്ങളും ഞങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സാറിനോട് പറഞ്ഞത്. അപ്പം ഇതിലെന്ത് കാരണത്താലാണ് അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയെന്നുള്ളൊരു കാര്യം, അതിൻ്റെ കാരണമാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. അപ്പോൾ അത് അന്വേഷണത്തിലൂടെ എത്രയും പെട്ടെന്ന് ശക്തമായിട്ട് കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഒരു വാക്ക് തന്നിരിക്കുന്നത്. ഇൻക്വസ്റ്റിന്റെ സമയത്ത് നിതിന്റെ ശരീരത്തിൽ അസ്വാഭാവികമായ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നാണോ? തീർച്ചയായിട്ടും ഞാൻ കണ്ടിരുന്നു. അത് ഈ ചെറിയ എന്താ പറയുക, ചെറിയ ഈ കമ്പി കൊണ്ട് കുത്തിയ രീതിയിലുള്ള ഒരു ചെറിയ പാടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഡോക്ടറിനോട് ആ സമയത്ത് ഞാൻ ഇൻക്വസ്റ്റ് ചെയ്ത ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായതാണെന്നും കഴുത്ത് ചെറിയ രീതിയിൽ വിങ്ങിയപ്പോൾ അത് ചോദിച്ചപ്പോഴും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മെഡിസിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ ഊർജ്ജമായ ഒരു അന്വേഷണം ഉണ്ടാവണം. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ഡോക്ടർ റാമിനെതിരെ പരാതിയായി ഉന്നയിക്കുന്നുണ്ട്. അവർ പരസ്യമായി മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞായിരുന്നു, ഇങ്ങനെ വാർത്തകളിലൂടെ കാണിക്കുന്നുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിൽ ശക്തമായിട്ട് എതിർപ്പ് കാണിച്ചിട്ടുണ്ട്. അവർ ഇതുപോലെ ഉപരോധിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു കോളേജിൻ്റെ ഫ്രണ്ടിൽ. നേരത്തെ ഈ അധ്യാപകരെതിരെ പലതവണ പരാതിപ്പെട്ടിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പക്ഷേ പ്രിൻസിപ്പാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു തരത്തിലുള്ള പരാതി അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതെ, ഞങ്ങളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഈ നമ്മൾ ഡെഡ് ബോഡി, അതായത് മോൻ്റെ ശരീരം ഞങ്ങൾ മോർച്ചറിയിൽ പോയി മേടിക്കാൻ പോകുന്ന ദിവസം പോലും ഞങ്ങൾ അവിടെ കയറി സ്റ്റെപ്പ് കയറി, അതും ഓഫീസിൽ പോയി കാണാനുള്ള സമയം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ വിളിച്ചത് പോലുമില്ല. ആ വഴിയിൽ നിന്നിട്ടാണ്, സ്റ്റെപ്പിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഞങ്ങൾക്ക് മറ്റു കുട്ടികളായിട്ട് സംസാരിക്കണം, കാണണം, അറ്റ്ലീസ്റ്റ് അവൻ്റെ ഒരു കുറച്ച് കുട്ടികളെങ്കിലും ക്ലാസ്മേറ്റ്സിനെ കാണിക്കണമെന്ന് ചോദിച്ചായിരുന്നു. റിക്വസ്റ്റഡാണ് ചോദിച്ചത്. പക്ഷേ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നിടാനുള്ള അവസരം ഉണ്ടാക്കിയില്ല. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അതിൽ അവസാനം ഞാനും മാമനായിട്ടാണ്. ഇല്ല, ഒന്നിനും തയ്യാറാകുന്നില്ല. ഒരു കൃത്യമായ മറുപടിയില്ല. അവർ ഒഴിഞ്ഞു മാറുന്ന തരത്തിലാണ് കാണുന്നത്. ഏതൊരു കാര്യം ചോദിച്ചാലും ഒഴിഞ്ഞു മാറുക.